ഉദ്ദേശമെങ്കിൽ ജാതീയ സംവരണം നിലനിർത്തണം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അതാ ഗുജറാത്തിൽ ഞങ്ങൾക്ക് അധികാരത്തിലെത്തണം, ഞങ്ങൾക്ക് സംവരണം വേണമെന്ന് പട്ടേൽ പറയുന്നു. അപ്പോൾ ഗുജറാത്തിലെ ബ്രാഹ്മണ സമൂഹം പറയുന്നു ഞങ്ങൾക്ക് സംവരണം വേണമെന്ന്. അപ്പോൾ ഓരോരുത്തരും ഞങ്ങൾക്ക് സംവരണം വേണം, ഞങ്ങൾക്ക് സംവരണം വേണമെന്ന് വീതിച്ചാൽ രാഷ്ട്രം എന്തായിത്തീരും? അതിന് പകരം മനുഷ്യൻ്റെ നിലപാടുകൾ അതാവട്ടെ മാനദണ്ഡം. ഇനി അവശജനോദ്ധാരണത്തിനൊരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, മഹാത്മാ അയ്യങ്കാളി ഉയർന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സദാനന്ദ ഭാരസ്വാമിയെ ദയവ് ചെയ്ത് പോറ്റി എന്ന് മുദ്ര കുത്തരുതേ. ശുഭാനന്ദ ഗുരുദേവൻ പറയരുടെ ഉയർച്ച, അങ്ങനെ തന്നെ പറയുന്നു, പറയരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉപദേശവും നിർദ്ദേശവും നൽകിയ ശ്രീനാരായണ ഗുരുദേവനെ പോറ്റി എന്ന് പറയരുതേ. ശ്രീനാരായണ ഗുരുദേവനെ അവശജനോദ്ധാരണത്തിന് നയിച്ച തൈക്കാട്ട് അയ്യാവിനെ പൂണൂലിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ പോറ്റി എന്ന് പറയരുതേ. ദയവ് ചെയ്ത് ഈ സമൂഹത്തെ ഇങ്ങനെ വിഭജിച്ച് നശിപ്പിക്കാതിരിക്കുക എന്ന് മാത്രം സച്ചിദാനന്ദനെ പോലുള്ള കവികളോട് പറയേണ്ടുന്ന ആർജവത്തിലേക്ക് സമൂഹം ഉയരട്ടെ. ദയവ് ചെയ്ത് കയ്യടി ഒഴിവാക്കുക. ഈ സർഗസംവാദം ഉപസംഹരിക്കാൻ ഇതിൻ്റെ നിയന്ത്രകൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ എളുപ്പമായിരിക്കുകയാണ്. സംവാദം സഫലവും സാർത്ഥവുമായി കഴിഞ്ഞിരിക്കുന്നു. മാധ്യമ പക്ഷപാതത്തെക്കുറിച്ച് വ്യക്തമായ നിലപാടും അഭിപ്രായവും ഉള്ള ഒരാളാണ് എങ്കിലും ഇന്നീ വേദിയിൽ ഞാനിതിൻ്റെ മോഡറേറ്റർ ആയതുകൊണ്ട് പാലിക്കേണ്ട ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നെനിക്കറിയാം. എന്താണെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ സനാതനധർമ്മ വിശ്വാസികൾ ഭാരതം അസഹിഷ്ണുക്കളാണ് എന്ന പ്രചരണം അർത്ഥരഹിതമാണ് എന്ന് ഈ കഴിഞ്ഞ നിമിഷങ്ങൾ സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. കാരണം KEN കുഞ്ഞഹമ്മദിനും ചിദാനന്ദപുരി സ്വാമിക്കും ഒരേ വേദിയിലിരുന്ന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം സനാതനധർമ്മവേദി ഒരുക്കിയെങ്കിൽ ഈ സനാതനധർമ്മം അസഹിഷ്ണുവല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർ പുലർത്തുന്ന പക്ഷപാതത്തിന് കൃത്യമായ അർത്ഥമുണ്ട്. അത് ഈ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ ഒരു 2 വർഷം മുന്നേ മംഗളം ദിനപത്രത്തിൽ അതിനെ സംബന്ധിച്ച റിപ്പോർട്ട് വന്നിരുന്നു. IB-യിൽ നിന്നും റിട്ടയർ ചെയ്ത ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം എഴുതിയ ഓപ്പൺ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മലയ കൃഷ്ണധർ എന്ന IB ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗ ശേഷം എഴുതിയ ഓപ്പൺ സീക്രട്ട് എന്ന പുസ്തകത്തെക്കുറിച്ച് മംഗളത്തിൽ പരാമർശം വന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിൽ പറഞ്ഞത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങളിലും അയൽ രാജ്യത്തിൻ്റെ അപ്പം കഴിക്കുന്നവരുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അസഹിഷ്ണുത വിവാദത്തിനും നമ്മുടെ സ്വീകരണ മുറിയിൽ തന്നെ ചുംബിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന നമ്മുടെ ചില ചാനൽക്കാരും ഈ രാഹുൽ പശുക്കളെ സൃഷ്ടിക്കുന്ന പുതിയ മാധ്യമ സംസ്കാരം, പാലനില്ല ഞാൻ പറഞ്ഞതില്ല, ഈ രാഹുൽ പശുക്കളെ സൃഷ്ടിക്കുന്ന പുതിയ മാധ്യമ സംസ്കാരം അത് ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഇവിടെ നടന്ന ഈ മാധ്യമ പക്ഷപാതത്തെക്കുറിച്ചും മാധ്യമ വിചാരണയെക്കുറിച്ചുമുള്ള സർഗസംവാദത്തിൽ നിയന്ത്രകനായി ഇരിക്കുവാനും അർദ്ധ ഗൗരവമുള്ള ചോദ്യങ്ങൾ കൊണ്ട് ഈ സംവാദത്തെ പ്രോജ്വലിപ്പിക്കാൻ ശ്രമിച്ച ഒരു ശ്രേഷ്ഠ സദസ്സിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിലും സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംവാദത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മാധ്യമ നിഷ്പക്ഷതയും മാധ്യമ വിചാരണയും ഈ വിഷയത്തിൽ വളരെ അർത്ഥസമ്പൂർണവും ചിന്തോദ്ദീപകവുമായ ഒരു ചർച്ച തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത്തരത്തിൽ ഒരു ചർച്ച സാധ്യമായത് തീർച്ചയായിട്ടും സനാതനധർമ്മ പരിഷത്തിൻ്റെ ഈ വേദി അതിനൊരു കാരണമായിരിക്കുകയാണ്. ഈ സംവാദത്തിൽ പങ്കെടുത്ത് നമ്മുടെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പുക്കാസയുടെ സമുന്നതനായ ചിന്തകനും പ്രവർത്തകനുമായ പ്രൊഫസർ KEN കുഞ്ഞഹമ്മദ് സാറാണ്. അദ്ദേഹത്തിന് സനാതനധർമ്മ പരിഷത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ പരിപാടിയിൽ
ഈ സംവാദത്തിൽ സനാതന ധർമ്മത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിച്ചത് പൂജ്യ ചിദാനന്ദപുരി സ്വാമിജികളാണ്. സനാതനധർമ്മ പരിഷത്തിൻ്റെ ചെയർമാൻ കൂടിയായ സ്വാമിജിക്ക് ഔപചാരികതയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടിയിൽ മോഡറേറ്ററായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ മാധ്യമപ്രവർത്തകനുമായ കേസരി എഡിറ്ററും ആയിട്ടുള്ള NR മധുച്ചേട്ടനാണ്. മധുച്ചേട്ടന് സനാതനധർമ്മ പരിഷത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചിട്ടുള്ള ആർഷ വിദ്യാപീഠത്തിൻ്റെ പ്രവർത്തകനായ ശശി കമ്മിട്ടേരി, കൂടാതെ ഈ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക്, ഈ പരിപാടി സമ്പന്നമാക്കിയ ഈ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും സനാതനധർമ്മ പരിഷത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.